താനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഫിഷ് പിക്കിൾ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. കേരമീൻ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദശകട്ടിയുള്ള ഏത് മീനും ഇതിനു വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് ഫിഷ് പിക്കിൾ കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫിഷ് പിക്കിൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കേരമീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മീൻ കഷ്ണങ്ങളിൽ ഈ മസാല നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വെക്കാം. ഇനി ഞാനിതിലേക്ക് ഇതുപോലെ ഒരു 3 വലിയ കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ കുടംപുളി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് നന്നാക്കി എടുക്കാനുണ്ട്. ഇത്രയും ചുവന്നുള്ളി വേണം. ഇതിലേക്ക് സവാള അല്ല, ചുവന്നുള്ളി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളി വേണം. പിന്നെ ഒരു 3 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, ഈ ഒരു സൈസിൽ ഇഞ്ചി ഇത്രയും വേണം. ഇത്രയും ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി മീനിന്റെ മറുവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മുറുകിയൊന്നും പോകണ്ട. അപ്പൊ ഞാനിതിവിടെ എല്ലാം നന്നായിട്ട് ചതച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പിക്കിൾ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ ഇവിടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫിഷ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ ബാക്കിയുള്ള ഓയിൽ നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഫിഷ് പിക്കിൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയിലും കൂടാതെ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. മൊത്തം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അത്രയും ചേർത്ത് കൊടുക്കാം. തീ കുറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഇതിന്റെ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്.
അപ്പൊ ഇത്രയും കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മുളക് പൊടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്, എനിക്കിത് കുറവായിട്ട് തോന്നിയതുകൊണ്ട്. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് മീൻകറിയൊക്കെ തയ്യാറാക്കുന്നവർക്കും അതുപോലെ തന്നെ മീൻകറി വെച്ച് വലിയ പരിചയം ഇല്ലാത്തവരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മീൻ ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. പിന്നെ ഈ കറിയിലേക്ക് വേണ്ടി മാത്രം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെളുത്ത് വരാനും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊടികളുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടിയൊന്നും പോകണ്ട. കാര്യം ഞാനിത് ഒരുപാട് ചാറൊക്കെ ആയിട്ടുള്ള കറിയായിട്ടല്ല, ഒരു പിക്കിൾ, ഒരു സെമി തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ പൊടികളൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ പുളിയും വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഒരു 6-7 മിനിറ്റ് കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 6-7 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെന്തിട്ടുള്ള മീനാണ്, അപ്പൊ അധികം വേവൊന്നും ഇനി ഉണ്ടാവില്ല. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ ഇത് കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ദാ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേന്. ഇത് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി നേരം ഒന്ന് വേവിച്ചിട്ട് നല്ല തിക്കാക്കി എടുക്കാം. ഞാനിപ്പോ ഈ ഒരു പരുവത്തിലാണ് എടുക്കാൻ പോകുന്നത്. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് ഇരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വരും. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറോളം ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്